ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസാവസാനം മാർച്ച് മാസം അവസാനത്തോടുകൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടെക്നോയുടെ പോവ 6 Pro 5G ഫോണിനെ പറ്റിയാണ്. 20,000 രൂപ താഴെ വില വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മികച്ചൊരു ഫോണാണ്. ഈ ഫോണിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഈ ഫോണിൽ എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ടെക്നോ പോവ 6 Pro 5G നമുക്ക് PC ആയിട്ട് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോയോ ഡാറ്റകളോ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലാപ്ടോപ്പുമായിട്ടോ PC ആയിട്ടോ കണക്ട് ചെയ്ത് വേഗത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും ഉപയോഗിക്കുവാനും സാധിക്കും. അത് മികച്ച ഒരു സൗകര്യം തന്നെയാണ്. അതുകൂടാതെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോളായി നമുക്ക് മൊബൈലിന് മാറ്റാൻ കഴിയും. ടെക്നോ പറയുന്ന അനുസരിച്ച് 15 കാറ്റഗറിയിൽപ്പെട്ട സ്മാർട്ട് അപ്ലയൻസ് നമുക്ക് മൊബൈലുമായി ബന്ധിപ്പിച്ച് റിമോട്ട് കൺട്രോളായി ഉപയോഗിക്കാൻ കഴിയും. സെറ്റ് ഓഫ് ബോക്സ് തുടങ്ങി എയർ കണ്ടീഷൻ വരെ അതിൽ ഉൾപ്പെടും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ്, മറ്റ് പ്രധാനപ്പെട്ട മൊബൈൽ കമ്പനി ഫോണുകൾക്കെല്ലാം ഉള്ളതുപോലെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ ക്യാമറയോടൊപ്പം തന്നെ ഒരു സ്മോൾ വിൻഡോയിലൂടെ നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കും. കോൾ നോട്ടിഫിക്കേഷൻ, ചാർജർ നോട്ടിഫിക്കേഷൻ, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ എല്ലാവിധ നോട്ടിഫിക്കേഷനും ഈ വിൻഡോയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത പ്രധാനപ്പെട്ട ഒരു സവിശേഷത എടുത്തു പറയേണ്ടത്, നമ്മൾ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിക്ചറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. AI സാങ്കേതികവിദ്യയോടുകൂടി നമ്മൾ അടിച്ചു കൊടുത്ത നമ്മൾ ആവശ്യപ്പെട്ട പിക്ചർ ഏതാണോ സ്മാർട്ട് സെർച്ച് ഗാലറിയിൽ ആ പിക്ചർ നമുക്ക് സെർച്ച് ചെയ്യുവാനും വേഗത്തിൽ ഇമേജ് കണ്ടെത്തുവാനും സഹായിക്കുന്ന ഒരു AI ഫീച്ചർ ഈ ഫോണിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മൾട്ടി ലാംഗ്വേജിൽ മൾട്ടി മോഡൽ നമുക്ക് സെർച്ച് ചെയ്യുവാനും നമ്മുടെ ഭാഷയിൽ സെർച്ച് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പിക്ചർ കണ്ടെത്തുവാനും നമ്മളെ സഹായിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. ഗെയിമിങ്ങിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ മൊബൈൽ ഫോണിൽ ഒരുക്കിയിട്ടുണ്ട്. ഗെയിം സ്പേസ് 4.0 ആണ് ഈ ഫോണിൽ വരുന്നത്. ഗെയിം സ്പേസിലൂടെ RAM, ROM, GPU, CPU, നെറ്റ്വർക്ക്, പവർ, ടെമ്പറേച്ചർ, ഇങ്ങനെ എല്ലാ അലർട്ടുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുവാനും അതനുസരിച്ച് നിയന്ത്രിക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിം അസിസ്റ്റന്റ് 4.0 നമ്മുടെ ഗെയിം സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൺട്രോൾ പാനലിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതെല്ലാം മറ്റ് മൊബൈൽ വെച്ച് നോക്കുമ്പോൾ ഗെയിം കളിക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് നല്ല ഫെസിലിറ്റിയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ഗെയിം കളിക്കാൻ പറ്റിയ മികച്ച ഒരു ഫോൺ തന്നെയാണ് ടെക്നോ പോവ 6 Pro 5G. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് HiOSന്റെ OS 14 ആണ് ഈ ഫോണിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് 14 ആണ്. ഈ OSന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി എടുത്തു പറയേണ്ട അടുത്ത കാര്യം ക്യാമറയെ പറ്റിയാണ്. ഇപ്പോൾ അടുത്ത പല കമ്പനികളും ഇറക്കിയ 20,000 രൂപ താഴെ വില വരുന്ന പല ഫോണുകൾക്ക് 108 MB ക്യാമറ വന്നിട്ടുണ്ട്. ടെക്നോയും അതേ വഴിയിൽ തന്നെയാണ് വരുന്നത്. ടെക്നോ പോവ 6 Pro 5Gയിൽ 108 MB അൾട്രാ വിവിഡ് ക്യാമറയാണ് വരുന്നത്. ക്ലാരിറ്റിയുള്ള മികച്ച ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറ ബിൽറ്റ് ഇൻ സെൻസർ സൂം ടെക്നോളജിയോടുകൂടിയാണ്. 10 മടങ്ങ് വരെ ക്യാമറ സൂം ചെയ്ത് മികച്ച പിക്ചർ എടുക്കുവാൻ ഈ ക്യാമറയിൽ സൗകര്യമുണ്ട്. ഇനി സെൽഫി ക്യാമറയും കുറഞ്ഞിട്ടില്ല. 32 MB ഡുവൽ ടൂൺ LED ഫ്ലാഷോട് കൂടിയ മികച്ച ക്യാമറയാണ് സെൽഫിക്കായി വരുന്നത്. AI പോർട്രേറ്റ് ആൽഗോരിതത്തിന്റെ സഹായത്തോടു കൂടി 32 MB ക്യാമറ ഉപയോഗിച്ച് മികച്ച രീതിയിലുള്ള ഫോട്ടോ നമുക്ക് എടുക്കുവാൻ ഈ ഫോണിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് ക്യാമറ ഫിൽറ്റേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. അതിലെ ആകർഷണമായ ഒരു ഫിൽറ്റർ സ്കൈ ഷോപ്പാണ്. നമ്മൾ എടുക്കുന്ന ഏത് ഫോട്ടോയുടെയും കൂടെ 12+ അധികം സ്കൈ ഫിൽറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ക്ലിക്കും ഉണ്ട്. നമ്മളെടുക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായി നമ്മൾ സെലക്ട് ചെയ്ത സ്കൈ സീനറി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഇല്ലാതെ നമുക്ക് മികച്ച ബാക്ക്ഗ്രൗണ്ടോടുകൂടിയ മികച്ച ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു സൗകര്യമാണ് ഡുവൽ വീഡിയോ ഷൂട്ട് ചെയ്യാവുന്ന സൗകര്യമുണ്ട്. ഒരേ സമയം തന്നെ ഫ്രണ്ട് ക്യാമറയും
ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുകയും മികച്ച ഒരു വീഡിയോ നമുക്ക് പുറത്തെടുക്കുവാൻ സാധിക്കും. കൂടാതെ രാത്രി സമയങ്ങളിലുള്ള ഫോട്ടോ എടുക്കുവാനായിട്ട് മികച്ച രീതിയിൽ സൂപ്പർ നൈറ്റ് മോഡ് സെലക്ട് ചെയ്ത് മികച്ച ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യം ഈ ഫോണിൽ നമുക്ക് ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് IP53 സർട്ടിഫിക്കറ്റോടു കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതിനർത്ഥം വാട്ടർ ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ. അതുകൊണ്ട് തന്നെ റെയിനോ മറ്റ് വെറ്റായ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഫോൺ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിംഗർ പ്രിൻ്റ് ഓൺ ഡിസ്പ്ലേ ആണ് ഈ ഫോൺ വരുന്നത്. അൺലോക്ക് ചെയ്യുവാനായി ഡിസ്പ്ലേയിൽ താഴത്തെ ഭാഗം സ്പർശിച്ചാൽ മാത്രം മതി. അതുകൂടാതെ ഇൻസ്റ്റന്റ് ഫിംഗർ പ്രിന്റ് അൺലോക്കാണ് ഇതിൽ വരുന്നത്. വെറ്റ് ഹാൻഡ് അൺലോക്കും സപ്പോർട്ടാണ്. 95% അൺലോക്ക് സക്സസ് ആണ് വെറ്റ് ഹാൻഡിൽ വരുന്നത്. അതുപോലെ തന്നെ 99% ആക്യുറൻസി ആണ് ഇൻസ്റ്റന്റ് ഫിംഗർ പ്രിന്റ് അൺലോക്കിലും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മികച്ച അൺലോക്ക് സംവിധാനം ഈ ഫോണിൽ നമുക്ക് ലഭ്യമാണ്. ഇനി നമ്മൾ മെമ്മറിയും റാമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 256 GB റോമാണ് ഈ ഫോണിൽ വരുന്നത്. കൂടാതെ 24 GB റാം വരെ എക്സ്റ്റൻഡഡ് റാമായി നമുക്ക് ലഭ്യമാണ്. അങ്ങനെ മാസീവായ മെമ്മറിയും മെഗാ റാമുമാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ തന്നെ 2 വേരിയൻ്റ് നമുക്ക് ലഭ്യമാണ്. 256 GB റോമും 12 GB റാം. അത് തന്നെ 6 GB, 9 GB, 12 GB എക്സ്റ്റൻഡഡ് റാം ഓപ്ഷൻ അവൈലബിൾ ആണ്. 24 GB റാം വരെ നമുക്കത് ഓപ്ഷനായിട്ട് മേടിക്കാൻ കഴിയും. അടുത്ത ഓപ്ഷൻ വരുന്നത് 256 GB റോമും 8 GB റാമുമാണ്. അതിൽ തന്നെ 3 GB, 5 GB, 8 GB എക്സ്റ്റൻഡഡ് റാം ഓപ്ഷൻ ലഭ്യമാണ്. അതിൽ 16 GB വരെ എക്സ്റ്റൻഡഡ് റാം നമുക്ക് ലഭ്യം. ഇങ്ങനെ 2 ടൈപ്പ് വേരിയൻ്റ് ആണ്, മെമ്മറി വേരിയൻ്റ് ആണ് നമുക്ക് മേടിക്കാൻ കഴിയുന്നത്. ഇനി പ്രോസസ്സർ സൈഡിലേക്ക് വരുമ്പോൾ മീഡിയാടെക് ഡൈമെൻസിറ്റി 6080 5G പ്രോസസ്സറാണ് ഈ ഫോണിന് വരുന്നത്. മികച്ച ഒരു 5G പ്രോസസ്സറാണ്. അതുകൂടാതെ ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ 5G സ്മാർട്ട് ഫോണിൽ വരാവുന്ന ഏറ്റവും മികച്ചൊരു പ്രോസസ്സറും 6nm ചിപ്സെറ്റും 8 കോർ CPU ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ ഹൈപ്പർ എൻജിൻ 3.0 ലൈറ്റ് ഗെയിമിംഗ് എൻജിനും ഈ ഫോൺ പ്രോസസ്സറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മികച്ച ഒരു 5G ഫോൺ തന്നെയാണ് പോവ 6 Pro 5G. എടുത്തു പറയേണ്ട ഒരു കാര്യം, AI നോയിസ് റിഡക്ഷൻ കാള് നമുക്ക് ചെയ്യാൻ കഴിയും. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി ക്ലിയർ കോൺവെർസേഷൻ നമുക്ക് എവിടെ നിന്നും നടത്താൻ കഴിയും. അനാവശ്യമായ എല്ലാ നോയിസുകളും കുറച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള ക്ലിയറായ ഫോൺ സംഭാഷണം ഈ ഫോണിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു ഗെയിമിംഗ് മൊബൈൽ ആയതുകൊണ്ട് തന്നെ പോവ സൂപ്പർ കൂൾഡ് സിസ്റ്റം 1.0 കൂളിംഗ് സിസ്റ്റമാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ചൂടാകുമെന്നുള്ള പേടി നമുക്ക് വേണ്ട. ഇതിൽ തന്നെ കൂളിംഗ് സിസ്റ്റം 10 ലെയർ സ്റ്റാക്ക് സ്ട്രക്ചറോടുകൂടി 5 വാട്ട് ഫേസ് ചേഞ്ചിങ് തെർമൽ ജെല്ലാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ളൊരു കൂളിംഗ് സിസ്റ്റം ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോണിൻ്റെ ചൂടാകുന്നത് കുറിച്ച് ഭാരപ്പെടാതെ ധൈര്യമായി നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അതിനോട് ചേർന്ന് പോവ 6 Pro 5Gയിൽ വരുന്ന വേറൊരു കാര്യം വൈബ്രേഷൻ സെൻസാണ്. മികച്ച രീതിയിലുള്ള ഒരു വൈബ്രേഷൻ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഗെയിം കളിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് സൂപ്പറായ ഒരു എക്സ്പീരിയൻസ് തരുന്ന രീതിയിൽ മികച്ച രീതിയിലുള്ളൊരു വൈബ്രേഷൻ സെൻസർ ഈ ഫോണിന് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് തരുന്ന രീതിയിൽ ടെക്നോയുടെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് സ്മാർട്ട് ഫോണാണ് ടെക്നോ പോവ 6 Pro 5G. ഹൈറേസിന്റെ ഓഡിയോ സഹായത്തോടുകൂടി ഡോൾബി അറ്റ്മോസിന്റെ മികച്ച സ്പീക്കർ സിസ്റ്റമാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഗെയിമിങ്ങിനെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PWM 2160 ഹെർട്സിന്റെ ഹൈ ഫ്രീക്വൻസി ടിമ്മിംഗ് ആണ് ഈ ഫോണിന് വരുന്നത്. അത് ഗെയിമിങ്ങിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. 1500 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഗെയിമിങ്ങിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിറങ്ങിയിരിക്കുന്ന എല്ലാ ഗെയിമുകളും മികച്ച രീതിയിൽ ഈ ഫോൺ ഉപയോഗിച്ച് കളിക്കുവാൻ സാധിക്കും. ഡിസ്പ്ലേ സൈഡിലേക്ക് വരുമ്പോൾ 1.3mm അൾട്രാ സിം ബേസൽസോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. 6.78 ഫുൾ HD+ ആംലോയിഡ് ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സ് റീഫ്രഷിംഗ് റേറ്റ്, 1300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സോട് കൂടിയ മികച്ച ഒരു ഡിസ്പ്ലേ. ടെക്നോ വീണ്ടും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം
6000 mAh മികച്ച ഒരു ബാറ്ററിയാണ്. അത് കൂടാതെ 70 വാട്ടിന്റെ അൾട്രാ ചാർജർ ഫെസിലിറ്റിയും ഈ ഫോണിന് വരുന്നുണ്ട്. 50 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ഈ ഫോൺ ചെയ്തെടുക്കാൻ സാധിക്കും. 50% ചാർജിങ് 20 മിനിറ്റ് കൊണ്ട് ചാർജ് ആകും. ടെക്നോ എടുത്തു പറയുന്ന ഒരു കാര്യം, സൂപ്പർ എൻഡുറൻസ് പവർ എൻഡുറൻസ് ആണ് ഈ ഫോണിനുള്ളത്. 1% ചാർജ് ഉണ്ടെങ്കിൽ കൂടി 20 മിനിറ്റ് കാൾ ചെയ്യാൻ കഴിയും, 5 മിനിറ്റ് ഗെയിം കളിക്കാൻ കഴിയും. സ്റ്റാൻഡ് ബൈ ടൈമായിട്ട് 4 മണിക്കൂർ നിൽക്കും, കേവലം 1% ചാർജ് ഉണ്ടെങ്കിൽ കൂടി. അങ്ങനെ മികച്ച സൂപ്പർ പവർ എൻഡുറൻസോടുകൂടി ഒരു ബാറ്ററിയാണ് ഈ ഫോണിന് വരുന്നത്. കൂടാതെ -20 ഡിഗ്രിയിൽ കൂടി നമുക്ക് ചാർജ് ചെയ്ത് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ഈ -20 ഡിഗ്രിയിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ തണുപ്പുള്ള ഐസായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നമുക്ക് വേഗത്തിൽ ഈ ഫോൺ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. തണുപ്പുള്ളപ്പോൾ ചാർജ് കയറി കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ പ്രോബ്ലത്തെ അതിജീവിച്ചുകൊണ്ട് മികച്ച ചാർജിങ് -20 ഡിഗ്രിയിലും സാധിക്കുമെന്നുള്ളതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകതയായി ടെക്നോ എടുത്തു പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ആവശ്യാനുസരണം വിവിധ മോഡുകളിൽ ചാർജ് ചെയ്യാൻ കഴിയും. അതിന് ടെക്നോ കൊടുത്തിരിക്കുന്ന പേര് ലാഡർ ചാർജ് എന്നാണ്. നമുക്ക് ലോ ടെമ്പറേച്ചർ ചാർജ് ചൂസ് ചെയ്യാം, സ്മാർട്ട് ചാർജ് ചൂസ് ചെയ്യാം, ഹൈപ്പർ ചാർജ് ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചാർജിങ് മോഡിൽ ഫോൺ ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. ടെക്നോ പോവ 6 Pro 5Gയുടെ ബാറ്ററിക്ക് 6 വർഷത്തെ ഡ്യൂറബിലിറ്റി ആണ് ടെക്നോ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ബാറ്ററി ഓവർ ഹീറ്റിംഗ് ആകാനും മറ്റ് അപകടങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള മികച്ച ഒരു സംവിധാനം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബൈപ്പാസ് ചാർജ് എന്നാണ് ടെക്നോ ഇതിന് പറയുന്നത്. ബാറ്ററി അമിതമായി ചൂടായി മറ്റു രീതിയിലുള്ള അപകടം ഉണ്ടാകാതെ മികച്ച രീതിയിൽ അത് ബൈപ്പാസ് ചെയ്ത് വിടുന്ന സംവിധാനം ഈ ബാറ്ററിയോട് കൂടെ ഒരുക്കിയിട്ടുണ്ട്. ബാറ്ററിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് STS സെക്യൂർ ബാറ്ററി ടെക്നോളജി ഉപയോഗിച്ച് STS കോട്ടിംഗ് ടെക്നോളജിയാണ് ഈ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള അലുമിനിയം ഫോയിലോ ആൻറ്റിഡോളോ മറ്റു രീതിയിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കി ബാറ്ററിയെ സംരക്ഷിക്കുന്ന രീതിയിൽ പുതിയ ഒരു സംരക്ഷണം കൂടി ഈ ബാറ്ററിക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ പ്രൂഫ് ചാർജിങ് മോഡിലൂടെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വെറ്റായിരുന്ന അതിൻ്റെ അലർട്ട് നമുക്ക് ലഭിക്കുകയും നമുക്ക് ചാർജ് ചെയ്യാതെ സേഫ്റ്റി ചെക്കിങ് നടത്തുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഫോണിൻ്റെ ഡിസൈൻ സൈഡിലേക്ക് വരുമ്പോൾ ടെക്നോ കൊടുത്തിരിക്കുന്ന ഡിസൈനിൻ്റെ പേരാണ് ഡൈനാമിക് ടെക് ഡിസൈൻ എന്നാണ്. ഈ ഫോണിൻ്റെ ഡിസൈനിന് ടെക്നോ കൊടുത്തിരിക്കുന്ന പേര്. പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയുടെ ഭാഗം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ഒരു ഡൈനാമിക് ഐ ഡിസൈനാണ് ക്യാമറ ഭാഗത്ത് കാണുന്നത്. അതോടൊപ്പം തന്നെ മികച്ച ബോർഡറും കൊടുത്തിരിക്കുന്നു. 6000 mAh ബാറ്ററി ഉണ്ടെങ്കിലും സ്ലിമ്മായ ഒരു ഫോണായിട്ടാണ് ടെക്നോ ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അൾട്രാ തിന്നായ മികച്ച ഡിസൈനാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നത്തിങ് ഫോണിനെ പോലെ തന്നെ ഡൈനാമിക്കായ ഒരു ലൈറ്റ് എഫക്റ്റ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മിനി LED സഹായത്തോടുകൂടി കാൾ വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴും പവർ സ്റ്റാർട്ട് ആയിക്കോട്ടെ, ഫയൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ 15 തരത്തിലുള്ള വിവിധ രീതിയിലുള്ള ലൈറ്റനിങ് ഈ LED ബൾബിലൂടെ ഫോണിൽ തിളങ്ങും. 2 കളറിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. മെറ്റിയോർട്ടിക് ഗ്രേയും കോമറ്റ് ഗ്രീനും ആണ് ആ 2 നിറങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും 20,000 രൂപ താഴെ മേടിക്കാവുന്ന മികച്ച ഫോണുകളിലൊന്നാണ് ടെക്നോ പോവ 6 Pro 5G. 6000 mAh ബാറ്ററി, 70 വാട്ടിൻ്റെ അൾട്രാ ചാർജ്, 256 GB മെമ്മറിയും 24 GB വരെയുള്ള റാം സൗകര്യത്തോടുകൂടി മികച്ച ഒരു ഫോണാണ്. 5G ഫോണാണ് ടെക്നോയുടെ പോവ 6 Pro 5G. നിങ്ങളൊരു 20,000 രൂപ താഴെ വിലയുള്ളതും 108 MB ക്യാമറയും മികച്ച ഗെയിമിംഗ് ഫോണുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്ന മികച്ചൊരു ഫോൺ തന്നെയാണ് ടെക്നോ പോവ 6 Pro 5G. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മൊബൈലിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. So have you ever felt betrayed? Switches how you see things, realize something needs change. 'Cause I know you got me fucked up, let me show you what's up. 'Cause enough is enough.